അറിയാതെ നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചാൽ സ്കിന്നിന് 8ന്റെ പണി തന്നെ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വൈറ്റനിങ് ക്രീം ഇന്ന് പലതുമുണ്ട് വിപണിയിൽ. അത് ഉപയോഗിക്കുന്ന സമയത്ത് റിസൾട്ട് എന്നില്ല. പലർക്ക് പലതരം സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രീമുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് 8ന്റെ പണിയും കിട്ടി, പക്ഷേ എന്നാൽ സ്കിന്നിന് റിസൾട്ടും കിട്ടിയ ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ ആ ഒരു ക്രീം ഉപയോഗിച്ച സമയത്ത് അതിൻ്റെതായിട്ടുള്ള കെയർ ചെയ്യാതെ വന്നപ്പം എനിക്ക് സ്കിന്നിന് 8ന്റെ പണി കിട്ടി. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. എൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു ക്രീമിനെ കുറിച്ച് പഠിക്കാൻ ഇടയായി. അപ്പോൾ ആ ഒരു ക്രീം എന്തായാലും ഞാനൊന്ന് ഉപയോഗിക്കാം, എന്താകും മാറ്റം എന്നറിയാൻ വേണ്ടി എൻ്റെ സ്കിന്നിൽ ഞാനത് അപ്ലൈ ചെയ്ത് അത് ആ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ക്രീമുകൾ ഇടാറില്ലയോ, ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് ആ ഒരു ക്രീം ഇട്ട് ക്രീം 1-2 ദിവസം ഞാൻ അടുപ്പിച്ചിട്ട്, പക്ഷെ ആ ഇട്ട ദിവസം എൻ്റെ സ്കിന്നിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ആ ക്രീം മാത്രമായിട്ടാണ് ഞാൻ ഇടാൻ തുടങ്ങിയത്. പുറത്ത് പോകുന്ന സമയത്ത് സ്കിന്നിന് ഇറിറ്റേഷൻ, അതായത് സ്കിന്ന് നമ്മൾ പറയാറില്ല പുകയുന്ന ആ ഒരു രീതിയൊക്കെ തുടങ്ങി. അന്നേരം ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ മാമിനോട് സംസാരിച്ച സമയത്ത് മാം എന്നോട് ചോദിച്ചു ഏത് ക്രീമാണെന്ന് കാണിക്കാൻ പറഞ്ഞു. ആ ഒരു ക്രീം കാണിച്ച സമയത്ത് മാം പറഞ്ഞു ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾ തിങ്കളാഴ്ച ഉപയോഗിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ഉപയോഗിക്കണം, പിന്നെ ഞായറാഴ്ച, അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം സൺസ്ക്രീം ഇടാതിരുന്ന സ്കിൻ പീല് ചെയ്ത് പോകും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകും. അത് നമ്മുടെ സ്കിന്നിന് നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ആദ്യം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ നല്ല രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം സ്കിൻ ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു ക്രീം എടുക്കും. ക്രീം കാണിക്കാം. അതെടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇവിടെ ഇടും. ഒരിക്കലും നമ്മുടെ കണ്ണിൻ്റെ അടിയൊന്നും പറ്റാൻ പാടില്ല. ഇട്ട് നോർമൽ രീതിയിൽ മസാജ് ചെയ്ത് 1 മിനിറ്റ് വെച്ചിട്ട് ഒരു മോയ്സ്ചറൈസർ, ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ജസ്റ്റ് ഒന്ന് മാലിഷ് ചെയ്ത് വിടും. അതിനുശേഷം ഞാൻ കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ ഞാൻ ഫേസ് വാഷ് ചെയ്യും. ചിലപ്പം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കഴുകാറുള്ളത്. ഞാൻ എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കഴുകും. അതിനുശേഷം ഞാൻ പിന്നെ ചെയ്ത തെറ്റെന്ന് പറയുന്നത് സൺസ്ക്രീം ഇടില്ലായിരുന്നു. സൺസ്ക്രീം ഇടാതെ ഞാൻ പുറത്തു, അതായത് ഞാൻ വയ്ക്കും കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ സ്കിന്നിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പം നമ്മൾ സൺസ്ക്രീം മസ്റ്റാണ്. അത് ഞാൻ പൊട്ടിയായി ഞാൻ അങ്ങ് വിട്ടു. കാരണം എൻ്റെ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യനാണ്, പക്ഷേ ഞാനൊരു പൊട്ടിയായിപ്പോയി. എനിക്ക് ജോലി തിരക്ക് കൊണ്ട് ഞാൻ അതങ്ങ് വിട്ടുപോയി. പിന്നീട് എൻ്റെ ടാൻ അടിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞാൻ സങ്കടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ബുക്കുകളെടുത്ത് ഈ ഒരു ക്രീമിനെ കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഞാൻ ബാക്കി ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ക്രീം ഇട്ടാൽ നമ്മൾ വെയിലത്ത് പോയാലും ടിവിയുടെ ഇതിനകത്തിരുന്നാലും സ്കിന്നിന് സൺസ്ക്രീം മസ്റ്റാണെന്നുള്ളത്. ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീം ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവണമെന്നില്ല. എനിക്ക് ഡോക്ടറിൻ്റെ റെക്കമെൻഡിലാണ് ഞാൻ സൺസ്ക്രീം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സൺസ്ക്രീം ഇടാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ സ്കിന്നിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു. വെയിലടിച്ചാലും സ്കിന്നിന് മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും വരുന്നില്ല. കാരണം നമ്മുടെ സെൽസ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരു മരുന്നുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അകത്ത് കഴിക്കാറില്ലയോ, അതേപോലെ ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇപ്പം ആഴ്ചയിൽ 3 പ്രാവശ്യം ഇരുന്ന് അത് ഒറ്റ പ്രാവശ്യമാക്കി മാറ്റി. അപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ പതിയെ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇനി എനിക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. അപ്പം ഞാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 4 മന്ത് ആവുന്നുണ്ട്. 4 മന്ത് കൊണ്ട് ഒരു ട്യൂബ് മാത്രമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വെളുക്കണമെന്ന് വിചാരിച്ച എല്ലാ ആഴ്ചയിലും ഒന്നും ഉപയോഗിച്ചില്ല. ഞാൻ പതിയെ കിട്ടുന്ന റിസൾട്ട് നമുക്ക് നിൽക്കാനും പറ്റും. ഇത് ട്രീറ്റ്മെൻറ്റാണ്. ഡോക്ടർ പറഞ്ഞ രീതിയിൽ ചെയ്യുവാണെങ്കിൽ 1 ദിവസം ചെയ്യുവാൻ മാത്രമാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ആക്രാന്തം കാരണമാണ് ഞാൻ എല്ലാ ദിവസവും ഉപയോഗിച്ച് അവിടുന്ന് പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് 3 ദിവസമായി. ഇപ്പോൾ ഒറ്റ ദിവസം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. പിന്നെ അതിനുശേഷം ഞാൻ നൈറ്റ് പിന്നെ ഓയിൽ മസാജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ സ്കിന്നിന് ചെയ്യാറുമുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളിപ്പോൾ എന്ത് കഴിക്കുന്നത്, നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്ന് സ്കിന്നിന് ഇപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്ന പല അശ്രദ്ധകൾ, സ്കിൻ കെയറിനകത്ത് പല തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം കൊണ്ടുണ്ടല്ലോ നമുക്ക് 8ന്റെ പണിയും കിട്ടും. അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ക്രീമുകൾ വൈറ്റനിങ് ക്രീം ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾ ഫേസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്,
അകത്തും കൂടി സപ്ലിമെൻറ്റ്സ് എടുക്കണം. ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് എക്സെട്ര. ഇപ്പോൾ മിക്സ്ഡ് ജ്യൂസ്, അതായത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, നമ്മുടെ നെല്ലിക്ക, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ രാവിലെ വെള്ളം കുടിച്ചതിന് ശേഷം വെറും വയറ്റിലായിട്ട് ഇത് കുടിക്കരുത്. നമുക്ക് ഡൈജഷൻ പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് അസിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറും വയറ്റിൽ ഇളം ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളം കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തോൺ ഉൽപ്പാദിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും റിസൾട്ട് കിട്ടാനും സാധിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ക്രീം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കാണിക്കാം. പക്ഷേ നിങ്ങൾക്കിപ്പം ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾ സ്കിൻ കെയർ കാര്യത്തിനകത്ത് ഹോം മെഡിസിൻ പരമായിട്ടുള്ള ക്രീമുകൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് കാണിക്കാൻ മടി വരുന്നത്. ഇപ്പം ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. കാരണം ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിട്ട് പോലും എനിക്ക് 8ൻ്റെ പണി കിട്ടി. നിങ്ങൾക്കും അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ സ്കിൻ തൂങ്ങും, പലമാതിരി ഇറിറ്റേഷൻ, പല പ്രശ്നങ്ങൾ നമുക്ക് വരും. അങ്ങനൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്നേഹിക്കുക. അതിന് വേണ്ടി നിങ്ങൾ വെളുക്കാൻ വേണ്ടിയുള്ള വിപണിയിൽ കിട്ടുന്ന ക്രീമുകളുടെ തേക്കാതെ മറ്റുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ഇന്നും എനിക്ക് ആ ഒരു ക്രീം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ എല്ലാ സ്കിന്നിന് ചിക്കൻ പോക്സിൻ്റെ പാട്, വസൂരിക്കലകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പം ഞാനത് കൂടുതൽ ചെയ്യുന്നത്. ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ വെളുക്കും, അതെനിക്കറിയാം. പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായ വെളുപ്പ് വരും. അതെങ്ങനെയാണെന്നറിയോ? സ്കിൻ പീൽ ചെയ്തിട്ട് വരുന്നത്. ആ പീലുണ്ടല്ലോ, നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന പീലാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്ന പല ക്രീമുകളും ഉണ്ട്. അതൊരിക്കലും നിങ്ങൾക്കിപ്പം പിമ്പിൾസിൻ്റെ പാടുകൾ, സ്കിന്നിനകത്തുണ്ടാകുന്ന ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ പാടുകളൊക്കെ മറയ്ക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഉപയോഗിക്കാം. പിന്നെ സൺസ്ക്രീമും ഉപയോഗിച്ചാൽ മതി, സ്കിന്ന് മാറ്റാൻ പറ്റും. പക്ഷേ എന്തായാലും ഞാൻ ഒരു ക്രീം കാണിക്കാം. ഇത് വെളുത്ത് സായ്പോലാവാനുള്ള ക്രീമൊന്നുമല്ല. സ്കിന്നിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചേഞ്ചസ് ചെയ്യാനുള്ള ഒരു ക്രീമാണ്. എന്തായാലും നമുക്ക് ആ ക്രീം കണ്ടാലോ. ഞാൻ പറഞ്ഞ ആ ഒരു ക്രീം നമ്മുടെ ടെട്രനോയിൽ, ഇത് 0.025% ആണ്. ഫസ്റ്റിലത്തെ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ സ്യൂട്ടായി കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടാമത്തെ ക്രീമിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അല്ലാതെ രണ്ടാമത്തെ ക്രീം മേടിച്ച് പെട്ടെന്ന് തന്നെ വെളുക്കണം എന്ന് ചിന്തിക്കല്. സ്കിന്നിന് റിയാക്ട് ഉണ്ടാവും. കാരണം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ്. അതുകൊണ്ട് സ്കിൻ ഡാമേജ് ആവാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തത്, ഇത് വളരെയധികം വീര്യം കുറവാണ്. അതുകൊണ്ട് 0.025% ഉപയോഗിച്ച് സ്കിന്നും അത് സൂട്ടായി കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടാമത്തെ ക്രീം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആദ്യത്തെ ഇതാണ്, എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ് 0.25% ആയിട്ടുള്ള ടെട്രനോയിൽ ക്രീം. കണ്ടല്ലോ ക്രീം. ഞാനിപ്പം സ്റ്റാർട്ടിങ്ങിൻ്റെ ആണ് എനിക്ക് ഡോക്ടർ പറഞ്ഞത്. ഇനി ഇത് കൂട്ടിയാണ് പോകുന്നത്. ഡോക്ടർ പറഞ്ഞ് എനിക്ക് കൂടുതൽ ഓവറായിട്ട് വേണ്ട, ഈ ഒരു ഇതിൽ തന്നെ പോയാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. കാരണം നിങ്ങൾ എന്തിന് അങ്ങ് വെളുത്ത് സായിപ്പോലാകാനൊന്നും ആഗ്രഹിക്കാതെ സ്കിന്നിന് എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ആ ഒരു ഇത് വെക്ക്. അങ്ങ് വെളുത്ത് കഴിഞ്ഞാലും ശരിയാവത്തില്ല. സ്കിന്നിന് തിളക്കവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുക. വെളുത്ത് വെള്ളം പാട്ടിയ പോലെ ആവാനായിട്ട് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് കേട്ടോ. നിങ്ങളുടെ പാടോ പിമ്പിൾസിൻ്റെ പാടോ ആക്നി എന്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും പിന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കാനും കൂടി മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോയുമായി കാണാൻ കൂട്ടുകാരെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.